Hi friends, ഇന്ന് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ 4th ചാപ്റ്റർ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വരെയുള്ളത്. ഇന്ന് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും അതിൽ മുൻ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ വർഷം 10th ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും. അങ്ങനെ അവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ വളരെ റെയർ കേസിൽ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ദിസ് കനോട്ട് ബി സോൾവ്, അവിടെ വെച്ച് നിർത്തും നമ്മൾ. പക്ഷേ ഈ വർഷം നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. അതാണ് ഈ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അതായത് സ്ക്വയർ റൂട്ടിൻ്റെ ഇപ്പോൾ റൂട്ട് -1 അല്ലെങ്കിൽ റൂട്ട് -9 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് ഒരു പുതിയ നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇമാജിനറി നമ്പർ I എന്ന ഒരു പുതിയ നമ്പർ വരുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നതിന് I² എന്ന് പറഞ്ഞാൽ -1 ആണ്. മനസ്സിലാക്കി വെക്കണം നിങ്ങൾ, I² = -1. അങ്ങനെയെങ്കിൽ I എന്താണ്? റൂട്ട് -1 ആണ്. അങ്ങനെ കോംപ്ലക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് എ നമ്പർ ഓഫ് ദി ഫോം a+ib. അതിന് a എന്ന് പറയുന്ന ഒരു റിയൽ പാർട്ടും ഉണ്ടാവും, b എന്ന് പറയുന്ന അതാണ് ib. ആ ib ഉള്ളത് എന്താണ്? ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് എ നമ്പർ ഓഫ് ദി ഫോം a+ib where a and b are real numbers. 5 + 2i, 9 + 4i, ഇങ്ങനെയൊക്കെയാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സാമ്പിൾസ്. നമ്മൾ ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിലോട്ട് പോവാം. ഞാനിവിടെ ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതൊന്ന് എക്സ്പ്ലെയിൻ. എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണ്ടത് എന്താണ്? I² = -1 ആണ്. I² എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. പിന്നെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എന്താണ്? a+ib. a+ib എന്നുള്ളത് a+bi എന്നൊക്കെ എഴുതും. എന്തായാലും I അവിടെ ഉണ്ടാവും ആ പാർട്ടിന്. അപ്പോൾ ഈ a എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ പാർട്ടും b എന്ന് പറയുന്ന ഈ ഭാഗം എന്താണ്? ഇമാജിനറി പാർട്ടുമാണ്. മനസ്സിലോട്ട് പോവാം. ഇതിൽ MCQ ടൈപ്പ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു I⁻18 = എന്ന്. I⁻18 എന്നതിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് I² എഴുതുക. കാരണം I² നമുക്കറിയാം എന്താണ്? -1 ആണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതി? I⁻18 എന്നതിനെ I² എന്ന് എഴുതി. 2 × 9 18 അല്ലേ? I² എന്ന് എഴുതി. I² എന്താണ്? -1 ആണ്. -1/9 എന്ന് എഴുതി. -1/9 എന്ന് പറഞ്ഞാൽ എന്താണ്? -1ൻ്റെ ഓഡ് പവർ എപ്പോഴും -1 തന്നെ ആയിരിക്കും അല്ലേ? ഈവൻ പവർ ആണെങ്കിൽ പ്ലസ് ആയിരിക്കും. ഇവിടെ ഓഡ് നമ്പറാണ് 9. അപ്പോൾ -1ൻ്റെ -1/9 എന്ന് പറയുന്നത് എന്താണ്? -1 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ. I⁻35. I⁻35 എന്നതിനെ ഞാൻ എന്ത് എഴുതി? 1/I⁻35 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? 35നെ നമ്മൾ ഇൻ ടേംസ് ഓഫ് I² എഴുതണം. അപ്പോൾ എന്ത് ചെയ്തു? I² 17 എഴുതാൻ പറ്റുള്ളൂ. 34 വരെ ഇവിടെ പറ്റുള്ളൂ. അപ്പോൾ ഒരു I കൂടി മൾട്ടിപ്ലൈ ചെയ്തു. I² 17 × I എന്ന് എഴുതി = 1/I². നമുക്കറിയാം -1 ആണ്. -1ൻ്റെ ഓഡ് പവർ ആകുമ്പോൾ -1 തന്നെ വന്നു. I എന്ന് എഴുതി = 1/I. -1 × I എന്ന് പറഞ്ഞാൽ -I എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ മുകളിലും താഴെ നമ്മൾ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × I / -I × I എന്ന് കിട്ടി. 1 × I എന്ന് പറഞ്ഞാൽ എന്താണ്? I ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് മൈനസ് ഇട്ടു. I × I എന്ന് പറഞ്ഞാൽ I² വീണ്ടും -1 ആണ്. -1 എന്ന് കിട്ടും. അപ്പോൾ +1 ആയില്ലേ? അപ്പോൾ I/1 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? I എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്രസ് 2 + i ഡിവൈഡഡ് ബൈ 2 - i ഇൻ ദ ഫോം a + ib. ഇവിടെ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് ഏതാണ്, റിയൽ പാർട്ട് ഏതാണെന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇതിന് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാം. റിയൽ പാർട്ടിന് a + ib ഫോമിൽ ഇതിനെ എഴുതണം. അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് 2 + i ഡിവൈഡഡ് ബൈ 2 - i എഴുതിയതിന് ശേഷം ഡിനോമിനേറ്റർ നോക്കാം. 2 - i അല്ലേ, അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 - iയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 + i ആണ്. നമ്മൾ ഡിനോമിനേറ്റർ റാഷണലൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 - i എന്നതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്, 2 + i ആണ്. അതുകൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, 2 + i ഇവിടെ ഉണ്ട്, അത് എഴുതി, ഇൻറ്റു 2 + i ഡിവൈഡഡ് ബൈ 2 - i ഉണ്ട്, അത് അതേപോലെ എഴുതി, ഇൻറ്റു വീണ്ടും 2 + i എന്ന് എഴുതി. മുകളിൽ രണ്ടും ഒരേ ഇതല്ലേ, അപ്പോൾ എന്ത് വരും, 2 + i ഹോൾ സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ a - b × a + b, a² - b². ഇനി എളുപ്പമല്ലേ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, a² + 2ab + b². അപ്പോൾ എന്ത് വരും, 4. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്ലസ് 2ab 2 × 2 × i 4i + b² i² എന്ന് വരും, ഡിവൈഡഡ് ബൈ a² - b², 2² - i² എന്ന് കിട്ടും. ഓക്കെ, i² എന്ന് പറഞ്ഞാൽ -1 അല്ലേ, അപ്പോൾ 4 ഉണ്ട്, ഇത് i² മൈനസ്, അപ്പോൾ 4 - 1 എഴുതി, പ്ലസ് ഈ 4i എഴുതി, ഡിവൈഡഡ് ബൈ 2² 4 ആണ്, മൈനസ് എഴുതി, i² വീണ്ടും -1 ആണ്. അപ്പോൾ ഇവിടെ 2 മൈനസ് വന്നു അല്ലേ, അപ്പോൾ പ്ലസ് ആവും. 4 - -1 എന്ന് പറഞ്ഞാൽ 4 + 1, ഇവിടെ 5 കിട്ടി, ഇവിടെ 4 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 + 4i ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി ഒന്ന് സെപ്പറേറ്റ് ചെയ്തേ, 3/5 എന്ന് എഴുതി, പ്ലസ് 4i/5 എന്നതിന് i × 4/5 എന്ന് എഴുതി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. a + ib ഫോമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് ഇതാണ്, ഇമാജിനറി പാർട്ട് ഇതാണ്. ക്ലിയർ ആയല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടി അതുപോലത്തെ ചെയ്യാം, നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക. എക്സ്പ്രസ് 1 + i ഡിവൈഡഡ് ബൈ 1 - i ഇൻ ദ ഫോം a + ib. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്തു, 1 + i ഡിവൈഡഡ് ബൈ 1 - i എഴുതുക, എന്നിട്ട് ഈ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എന്താ, 1 - iയുടെ കോൺജുഗേറ്റ് 1 + i. അപ്പോൾ എന്ത് വരും, 1 + i × 1 + i ഡിവൈഡഡ് ബൈ 1 - i × 1 + i. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ a + b ഹോൾ സ്ക്വയർ, മുകളിൽ a + b ഹോൾ സ്ക്വയർ, അടിയിൽ a² - b². അപ്പോൾ എന്ത് വരും, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 + 2i + i² ഡിവൈഡഡ് ബൈ a² - b². 1 - i² എന്ന് പറഞ്ഞാൽ -1, 1 - -1, 1 - -1 എന്ന് പറഞ്ഞാൽ 1 + 1 അല്ലേ, അത് 2 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, i² -1 ആണ്, ഇവിടെ +1 ഉണ്ട്, അപ്പോൾ അത് പോയി, 2i എന്നാണ് മുകളിൽ ന്യൂമറേറ്ററിൽ കിട്ടുക. 2i ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 × 2 നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, i എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ, ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനാണ്. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ, എക്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ, 1/x അല്ലേ, x × 1/x എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, 1 + iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1/1 + i ആണ്. എന്തെന്ന് എഴുതി, 1/1 + i ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1/i എന്ന് പറഞ്ഞത്. അപ്പോൾ 1/1 + i എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ നോക്കാം, 1 + i അല്ലേ, കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് 1 + iയുടെ കോൺജുഗേറ്റ്, 1 - i ആണ്. അപ്പോൾ 1 × 1 - i ഡിവൈഡഡ് ബൈ 1 + i × 1 - i. മുകളിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 - i തന്നെ വരിക, ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും, a² - b² ആണ്. അപ്പോൾ 1² - i² എന്ന് വരും, i² -1 ആണ്. അപ്പോൾ 1 - -1 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 2 കിട്ടും ഡിനോമിനേറ്റർ, മുകളിൽ 1 - i എന്ന് കിട്ടും. അപ്പോൾ ഈ ഓപ്ഷനിൽ ഇതല്ലേ, 1 - i/2 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ. നമുക്ക് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒരെണ്ണം കൂടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 + 4i = ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് 3 + 4iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, 1/3 + 4i അല്ലേ. അപ്പോൾ 1/3 + 4i എന്ന് എഴുതി, എന്നിട്ട് കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു.
3+4i എന്നതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 3-4i. അപ്പോൾ 1 × 3-4i ഡിവൈഡഡ് ബൈ 3+4i × 3-4i. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ കിട്ടും. 3-4i ഡിവൈഡഡ് ബൈ a² - b². 3² - 4i ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു 3-4i ഡിവൈഡഡ് ബൈ, നോക്കാം, 3² 9 ആണ്, മൈനസ് 4iയുടെ സ്ക്വയർ എന്ന് പറയും. മൈനസ് ഇവിടെയുള്ള മൈനസ് അതേപോലെ എഴുതി. 4iയുടെ സ്ക്വയർ എന്താണ്? 4ൻ്റെ സ്ക്വയർ 16 ആണ്. iയുടെ സ്ക്വയർ -1. 16 × -1 എന്ന് പറഞ്ഞാൽ -16 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? 4ൻ്റെ സ്ക്വയർ 16, 4iയുടെ സ്ക്വയർ എന്താ? -16 ആണ്. അപ്പോൾ 9 - 16 ഈ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. 4ൻ്റെ സ്ക്വയർ 16 എഴുതി, ഇൻറ്റു iയുടെ സ്ക്വയർ -1 എഴുതി. 16 × -1 എന്ന് പറഞ്ഞാൽ -16 അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. -16 എന്ന് പറയുമ്പോൾ +16 ആവും. അപ്പോൾ 9 + 16 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3-4i ഡിവൈഡഡ് ബൈ 25 എന്നതാണ് ഈ ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3+4iയുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി കോംപ്ലക്സ് നമ്പർ z is equal to 1 + i divided by 1 - i in a + ib form. റൈറ്റ് z in polar form. സാധാരണ z എന്ന ലെറ്ററാണ് കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് z എന്ന് പറഞ്ഞിട്ട് 1 + i by 1 - i in the form a + ib എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തതാണ്. ഇത് ജസ്റ്റ് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. നമുക്കപ്പോൾ എന്ത് കിട്ടി? 1 + i ഡിവൈഡ് ബൈ 1 - i എന്നുള്ളത് i എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇനി അത് ഞാൻ ചെയ്യുന്നില്ല, നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞുള്ളൂ. അതിന് ആകെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉണ്ടായുള്ളൂ, റിയൽ പാർട്ട് ഉണ്ടായില്ല. അപ്പോൾ ആ z is equal to i എന്ന് കിട്ടി. അതെങ്ങനെ ചെയ്തെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചെയ്യുക. മുകളിലും താഴെയും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. z = i എന്ന് കിട്ടി. അപ്പോൾ അത് ഇവിടെ ചെയ്യുന്നില്ല, നേരത്തെ ചെയ്തുകൊണ്ട്. ഈ പാർട്ട് നോക്കാം. റൈറ്റ് z in polar form. ശ്രദ്ധിച്ചിരിക്കാം. തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ ഇവിടെ i എന്ന് മാത്രമുള്ളൂ. എല്ലായ്പ്പോഴും ഇവിടെ ഇമാജിനറി പാർട്ട് മാത്രമായിട്ടല്ലേ വരാം, അതിനൊരു റിയൽ പാർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്തായാലും ലെറ്റ്, ഇവിടെ എന്താണ്? i ആണ്. ലെറ്റ് i = r × cos θ + i sin θ എന്ന് എഴുതുക. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം. നോക്കാം. r × cos θ ഇതാണ് റൈറ്റ് സൈഡിലെ റിയൽ പാർട്ട് അല്ലേ? ഞാനിവിടെ എഴുതി r cos θ എന്ന് എഴുതി. ഈക്വൽ ടു ഇവിടുത്തെ റിയൽ പാർട്ട് എന്താ? ഇവിടെ റിയൽ പാർട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ r cos θ = 0 എന്ന് എഴുതി. ഇതേപോലെ ഇമാജിനറി പാർട്ടിനെയും ഇക്വേറ്റ് ചെയ്യണം. നോക്കാം. r × i sin θ. അപ്പോൾ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് r sin θ ആണ് അല്ലേ? ഞാൻ r sin θ = ഇവിടുത്തെ ഇമാജിനറി പാർട്ട് i എന്ന് പറഞ്ഞാൽ എന്താ? 1i അല്ലേ? 1 ആണ്. അപ്പോൾ r sin θ = 1 എഴുതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പോളാർ ഫോമിൽ ചോദിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്ത് കിട്ടി? r cos θ = 0 എന്ന് കിട്ടി. എന്താ 0 കിട്ടാൻ കാരണം? ഇവിടെ ഇതാണ് റിയൽ പാർട്ട് r cos θ. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ റിയൽ പാർട്ട് ഇല്ല, അതുകൊണ്ടാണ് r cos θ = 0 എന്ന് എഴുതിയത്. അതേപോലെ റൈറ്റിൽ r sin θ ആണ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് r sin θ. ലെഫ്റ്റിൽ അതുണ്ട്, i എന്ന് പറയുന്നത് 1i, 1 r sin θ = 1 എഴുതി. ഇതിന് ശേഷം ഇതിന് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ r² cos² θ പ്ലസ് r² sin² θ എന്ന് പറയും. ഞാൻ r² പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും? r² × cos² θ പ്ലസ് sin² θ ഇസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 0 തന്നെ, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 1. അപ്പോൾ 0 + 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടി. അപ്പോൾ എന്തായി? r² × cos² θ പ്ലസ് sin² θ = 1 കിട്ടി. നമുക്കറിയാം cos² θ പ്ലസ് sin² θ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? r² = 1 കിട്ടി. r² 1 ആണെങ്കിൽ r എന്താണ്? 1 ആണ്. ഇപ്പോൾ നമുക്ക് r 1 എന്ന് കിട്ടി അല്ലേ? r 1 കിട്ടുമ്പോൾ എന്ത് വരും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1 × cos θ = 0 എന്ന് പറയുമ്പോൾ എന്താ? cos θ = 0 എന്ന് കിട്ടും. ഇവിടെ r-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sin θ = 1 എന്ന് കിട്ടും. എപ്പോഴാണ് cos θ 0 sin θ 1 തീറ്റയുടെ ഏത് വാല്യൂ ആണ്? തീറ്റ π/2 ആകുമ്പോൾ 90 ഡിഗ്രി അല്ലേ? cos 90 0 ആണ്, sin 90 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? θ = π/2 എന്ന് കിട്ടി. നമ്മുടെ ആൻസറായി. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ
Therefore, I is equal to R നമുക്ക് കിട്ടിയത് 1 ആണ്. 1 ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം പൈ ബൈ 2 കൊടുക്കുക. 1 ഇൻറ്റു കോസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ പൈ ബൈ 2. ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ എ, സോൾവ് ദ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദി പോളാർ ഫോം ഓഫ് ദി റൂട്ട്സ്. Question C, if two roots of the given quadratic equations are alpha and beta, then show that alpha square is equal to beta. 3 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോന്നായി ചെയ്യാം. ആദ്യം നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇതൊന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനോട് കമ്പയർ ചെയ്തേ. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും? എ 1 ആണ്, ബിയും 1 ആണ്, സിയും 1 എന്ന് കിട്ടും. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ എന്ത് വരും? മൈനസ് ബി മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1 മൈനസ് 4ac 4 ഇൻറ്റു എ 1 ആണ്, സിയും 1 ആണ്. 4 ഇൻറ്റു 1 4 ഡിവൈഡഡ് ബൈ 2a, എ 1 ആണ്, 2 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വരും? 1 - 4 എന്ന് പറഞ്ഞാൽ റൂട്ട് -3 ബൈ 2 എന്ന് കിട്ടും. റൂട്ട് -3 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചതാണ്. എന്താണ് റൂട്ട് -3 എന്ന് പറയുന്നത്? i√3 ആണ്. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് i√3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ എയുടെ ആൻസർ. ഇനി എന്താ ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ പോളാർ ഫോം ഓഫ് ദ റൂട്ട്സ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? തന്നേക്കുന്ന നമുക്കിപ്പോൾ കിട്ടിയ കോംപ്ലക്സ് നമ്പറിന് z എന്ന് കൊടുക്കുക. ലെറ്റ് z ഈക്വൽ ടു, ഇതിന് ഞാൻ സ്പ്ലിറ്റ് എഴുതി 2 പാർട്ട്, -1/2 പ്ലസ് i√3 ബൈ 2 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ പോളാർ ഫോമിൽ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതാണ് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഐ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ലെറ്റ് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു തന്ന കോംപ്ലക്സ് നമ്പർ -1/2 പ്ലസ് i√3 ബൈ 2. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുക. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതില്ലേ ആർ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ എന്ത് കിട്ടും? ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? -1/2. ഇതാണ് ഇവിടുത്തെ റിയൽ പാർട്ട്. അപ്പോൾ എന്ത് ചെയ്തി? ആർ കോസ് തീറ്റ ഈക്വൽ ടു -1/2 എന്ന് എഴുതി. അതേപോലെ ഇമാജിനറി പാർട്ട് ഇതാണ്, ഇതില്ലേ. അപ്പോൾ ആർ ഇൻറ്റു സൈൻ തീറ്റ, ആർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഇമാജിനറി പാർട്ട് √3/2. ആർ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു √3/2 എന്ന് എഴുതി. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പോളാർ ഫോമിൽ ചോദിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്ക്വയറിങ് ആൻഡ് ആഡിങ്. ലെഫ്റ്റ് പാർട്ട് എന്ത് വരും? r² cos സ്ക്വയർ തീറ്റ പ്ലസ് r² സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ r² ഞാൻ കോമൺ ആയിട്ട് എടുത്തു. r² ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു റൈറ്റ് പാർട്ട് -1/2ൻ്റെ സ്ക്വയർ 1/4 പ്ലസ് √3/2 എന്നതിൻ്റെ സ്ക്വയർ, √3യുടെ സ്ക്വയർ 3 ആണ്, ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ എന്ത് വരും? 1/4 പ്ലസ് 3/4 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 4/4 which is equal to 1 എന്ന് കിട്ടും. r² is equal to 1. therefore r equal to 1 എന്ന് കിട്ടി. ഇനി നമുക്ക് കോസ് തീറ്റ കണ്ടുകൂടെ? therefore കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ r ന് 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു -1/2 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു -1/2. അതേപോലെ തന്നെ r ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ ഈക്വൽ ടു √3/2 എന്ന് കിട്ടും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കാം. ആദ്യം ഈ സൈനിനെ നമ്മൾ അവിടെ ഇരിക്കട്ടെ. എപ്പോഴാണ് കോസിൻ്റെ ഏത് ആംഗിളാണ് 1/2 ആ? അതുപോലെ സൈനിൻ്റെ ഏത് ആംഗിളാണ് √3/2 ആ? കോസ് 60 എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് π/3 എന്ന് പറയുന്നത് 1/2 ആണ്. പക്ഷേ ഇവിടെ അതേപോലെ സൈൻ π/3 സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. പക്ഷേ ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഏത് ക്വാഡ്രൻറ്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് ക്വാഡ്രൻറ്റിലാണ് കോസ് മൈനസ് ആവുന്നതും സൈൻ പോസിറ്റീവ് ആവുന്നതും? നോക്കിയേ, ASTC. അപ്പോൾ ഇവിടെ എല്ലാവരും പോസിറ്റീവ് ആവും, ഇവിടെ സൈൻ പോസിറ്റീവ് ആവും, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആവും. അപ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ടാന് മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ഇവിടെയോ? ഇവിടെ കോസ് പോസിറ്റീവാണ്, പക്ഷെ നമുക്ക് കോസ് നെഗറ്റീവാണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് നമ്മൾ എടുക്കേണ്ട ആംഗിൾ ഉള്ളത്. അതായത് അവിടെ സൈൻ പോസിറ്റീവാണ്,
കോസ് നമുക്ക് ഉള്ള കോസ് എന്താണ്? നെഗറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ 180 മൈനസ് തീറ്റ. 180 എന്ന് പറഞ്ഞാൽ പൈ മൈനസ് തീറ്റ. തീറ്റ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? π/3 അല്ലേ, 60 ഡിഗ്രിയാണ് അല്ലേ ഈ വാല്യൂ. അപ്പോൾ എന്ത് കിട്ടും? തീറ്റ എന്ന് പറയുന്നത് നമുക്ക് തീറ്റ എന്ന് പറയുന്നത് പൈ മൈനസ് π/3. 180 മൈനസ് 60 അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പൈ മൈനസ് π/3 എന്ന് പറഞ്ഞാൽ എന്താ? 3π മൈനസ് പൈ എന്ന് പറഞ്ഞാൽ 2π ഡിവൈഡ് ബൈ 3. 180 മൈനസ് 60 എന്ന് 120 ഡിഗ്രി. 120 ഡിഗ്രീനെ നിങ്ങൾക്ക് റേഡിയനാക്കി അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? 2π/3 ആണ് തീറ്റയുടെ വാല്യൂ കിട്ടി. തീറ്റ ഇസ് ഈക്വൽ ടു 2π/3 എന്ന് കിട്ടി. ഇനി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെർഫോർ z ഈക്വൽ ടു ആറിന് പകരം 1 ഇടുക ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ത് കിട്ടി? 2π/3. കോസ് 2π/3 പ്ലസ് ഐ സൈൻ 2π/3 എന്ന് കിട്ടി. അതാണ് എന്ത്? ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി ക്വസ്റ്റ്യൻ സി നോക്കാം. 2 റൂട്ട്സ് ഏതൊക്കെയാണ്? ആൽഫയും ബീറ്റ എന്താണ്? നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു 2 റൂട്ട്സ്. ഏതൊക്കെയായിരുന്നു? -1 പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ -1 പ്ലസ് i√3/2, പിന്നെ എന്താ? -1 മൈനസ് i√3/2. അപ്പോൾ ആൽഫ എന്നുള്ളത് എന്ത് എഴുതി? -1 പ്ലസ് i√3/2 എന്ന് എഴുതി. മറ്റേ റൂട്ട് ബീറ്റ എന്ന് പറയുന്നത് -1 മൈനസ് i√3/2 എന്ന് എഴുതി. ഇവിടെ നിന്നാണ് അതെടുത്ത് എഴുതുന്നത്. ഇനി എന്ത് ചെയ്യുക? എന്താ പറഞ്ഞിരിക്കുന്നത്? ആൽഫ സ്ക്വയർ കാണാനല്ലേ. അപ്പോൾ ആൽഫ സ്ക്വയർ കാണാം. ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? -1 പ്ലസ് i√3/2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. -1ൻ്റെ സ്ക്വയർ 1 തന്നെ മൈനസ്, കാരണം ഇവിടെ -1 ഉണ്ട്. അപ്പോൾ 2ab എന്ന് പറയുമ്പോൾ 2 × 1 × i√3 മൈനസ് 2i√3 പ്ലസ് ബി സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? i√3യുടെ സ്ക്വയർ. √3യുടെ സ്ക്വയർ 3 ആണ്. ഐയുടെ സ്ക്വയർ -1 ആണ്. അപ്പോൾ ഇതെന്തായി? -3 ആയി. അപ്പോൾ എന്ത് കിട്ടി? 1 മൈനസ് 2i√3 -3 ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4 എന്ന് കിട്ടി. 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 മൈനസ് 2i√3/4 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ബാക്കി എന്ത് വരും? -1 മൈനസ് i√3/4 എന്ന് വരും. ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ 2 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? -1 മൈനസ് i√3/2 എന്ന് കിട്ടി. ഇതല്ലേ ബീറ്റ? ബീറ്റ ഇതല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ -7 മൈനസ് 24i. എങ്ങനെ ചെയ്യാം? ലെറ്റ് a പ്ലസ് ഐ ബി ഇസ് ഈക്വൽ ടു, നമ്മൾ സ്ക്വയർ റൂട്ടാണ് കണ്ടത് എന്തിൻ്റെ? -7 മൈനസ് 24i. അപ്പോൾ എന്തെന്ന് എഴുതി? ലെറ്റ് a പ്ലസ് ഐ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -7 മൈനസ് 24i എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? a പ്ലസ് ഐ ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോവും, -7 മൈനസ് 24i എന്ന് കിട്ടും. ഇതിനെ എക്സ്പാൻഡ് ചെയ്തേ കിട്ടും. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? a സ്ക്വയർ പ്ലസ് 2ab 2i ഇൻറ്റു 2ab പ്ലസ് ബി സ്ക്വയറിന് പകരം ഐ ബിയുടെ സ്ക്വയറാണ്. ഐയുടെ സ്ക്വയർ -1 ആയതുകൊണ്ട് ഇവിടെ -b സ്ക്വയർ ആയി ഇസ് ഈക്വൽ ടു ഇത് അതേപോലെ എഴുതാം -7 മൈനസ് 24i എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. റിയൽ പാർട്ട് ഇവിടെ ഏതൊക്കെയുണ്ട്? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ റിയൽ പാർട്ട് ഏതാ? -7 അത് എഴുതി. ഇനി ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്നുള്ള ഐ ഉള്ള പാർട്ട് ഏതാ? i 2ab. അപ്പോൾ എന്ത് എഴുതി? ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. 2ab ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഐ ഉള്ള പാർട്ട് എന്താ? -24 ആണ്. -24 എന്ന് എഴുതി. 2ab -24 ആണെങ്കിൽ ab എന്ന് പറയുന്നത് -24/2 ഇസ് ഈക്വൽ ടു -12 എന്ന് കിട്ടും. അടുത്ത പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതറിയണം. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4a സ്ക്വയർ ബി സ്ക്വയർ. നോക്കാം, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ നോക്കാം, കാണാൻ പോവാണ്. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് കിട്ടിയില്ലേ 7. അപ്പോൾ 7ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 പ്ലസ് എ ബി നമുക്ക് -12 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് 4a സ്ക്വയർ ബി സ്ക്വയർ ആണ്. അപ്പോൾ 4 ഇൻറ്റു ഈ എ ബിയുടെ സ്ക്വയർ, എ ബിയുടെ സ്ക്വയർ a സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബിയുടെ സ്ക്വയർ അല്ലേ. എ ബി 12 ആണെങ്കിൽ എ ബിയുടെ സ്ക്വയർ എന്തായിരിക്കും? എ ബിയുടെ -12 ആണ്. എ ബിയുടെ സ്ക്വയർ എന്തായിരിക്കും? -12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +144.
അപ്പോൾ 4a²b² എന്ന് പറഞ്ഞാൽ 4 × 144. 4 × 144 എന്ന് പറഞ്ഞാൽ 576 ആണ്. അപ്പോൾ 49 + 576 എന്ന് കിട്ടും. 49 വന്നത് മനസ്സിലായല്ലോ. a² - b² -7 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ -7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. 49 + 576 which is equal to 625 എന്ന് കിട്ടും. ഇതെന്താണ്? a² + b²ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ a² + b² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √625 which is equal to 25 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a² - b² -7 എന്ന് നേരത്തെ കിട്ടി. ഇപ്പോൾ എന്ത് കിട്ടി? a² + b² is equal to 25 എന്നും കിട്ടി. ഇതിന് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും കൊടുക്കുക. എന്നിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇക്വേഷൻ 1ഉം 2ഉം കൂടി a² a² കൂടി ആഡ് ചെയ്താൽ 2a² എന്ന് കിട്ടും. +b² - b² ക്യാൻസലായി. 25ഉം -7ഉം കൂടി ആഡ് ചെയ്താൽ 18 എന്ന് കിട്ടും. 2a² is equal to 18 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ a² എന്താണ്? a² 9 എന്ന് കിട്ടും. a² 9 ആയാൽ a is equal to +or -3 എന്ന് കിട്ടും. +3ഉം -3. ഇനി ഈ വാല്യൂ നമ്മൾ നേരത്തെ കിട്ടിയ ab = -12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്ത് കിട്ടും? a +3 എടുക്കുക. എക്ക് +3 ആവുമ്പോൾ എന്ത് കിട്ടും? 3 × b. 3b is equal to -12 എന്ന് കിട്ടും. 3b -12 ആണെങ്കിൽ b എന്ന് പറയുന്നത് -12/3 which is equal to -4 എന്ന് കിട്ടി. അപ്പോൾ a +3 ആവുമ്പോൾ നമുക്ക് b -4 കിട്ടി. ഇനി എയുടെ -3 വാല്യൂ കൊടുത്ത് നോക്കിയേ. when a = -3 ab നോക്കിയേ. -3 × b. -3b = -12. therefore b = -12 divided by -3 which is equal to 4 എന്ന് കിട്ടും. അപ്പോൾ a +3 ആവുമ്പോൾ b -4 കിട്ടി. a -3 ആവുമ്പോൾ b +4 കിട്ടി. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ സൊല്യൂഷൻ? +or -3 - 4i. ഇതിൻ്റെ പ്ലസ് വാല്യൂ എങ്കിൽ എന്ത് വരും? 3 - 4i എന്ന് വരും. ഇനി മൈനസ് വാല്യൂ എങ്കിലോ -3 + 4. എക്ക് +3 കൊടുക്കുമ്പോൾ b -4 കിട്ടുന്നു. എക്ക് -3 കൊടുക്കുമ്പോൾ b +4 കിട്ടുന്നു. അപ്പോൾ സൊല്യൂഷൻ നമ്മുടെ √7 - 24i എന്ന് പറയുന്നത് +or -3 - 4i ആണ്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.